ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പം നമ്മൾ മലയാളത്തിലെ ആക്ടിവിറ്റീസാണ് ഇനി ബാക്കിയുള്ളത് അല്ലേ? ആ ചാപ്റ്ററിൻ്റെ പേജ് നമ്പർ 68 എടുത്തേ. ചാപ്റ്റർ 4ൻ്റെ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? ഉത്തരം കണ്ടെത്താം. ഒന്നാമത്തെ നോക്കിയേ. പൂന്തോട്ടത്തിലേക്ക് ആർക്കും പ്രവേശിക്കാനാവില്ല എന്ന് പറയാൻ കാരണമെന്ത്? ശരി ഉത്തരങ്ങൾക്കു നേരെ ടിക്ക് അടയാളം, ശരി അടയാളം നൽകൂ. അതിൽ ഏതൊക്കെയാണ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്? കുറച്ച് ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിലേതൊക്കെയാണ് ശരി എന്ന് മാത്രം ടിക്ക് ചെയ്താൽ മതി. ചുറ്റും മുള്ളുവേലിയുണ്ട്. വളരെ ഉയരത്തിലാണ്. കേശൻ സിംഹം കടിച്ചു കീറും. ചെന്നായ്ക്കൾ കാവലുണ്ട്. അപ്പോൾ ഇതിലേതൊക്കെയാണ് വരിക? നമ്മൾ പറഞ്ഞു പാഠഭാഗം ശരിക്കും വായിക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് വരുന്നത്. എല്ലാ കാര്യങ്ങളും ഉള്ളത് തന്നെയാണ്, പക്ഷെ അവർ പൂന്തോട്ടത്തിലേക്ക് പ്രവേശിക്കാനാവാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് അവർ പറയുന്നത് എന്തുകൊണ്ടായിരുന്നു? അന്ന് ചുറ്റുമുള്ളുവേലിയുണ്ട്, അത് ശരിയാണ്. വളരെ ഉയരത്തിലാണ്, അത് പറഞ്ഞിട്ടില്ല അല്ലേ? കേശൻ സിംഹം കടിച്ചു കീറും എന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറഞ്ഞേ? ചെന്നായ്ക്കൾ കാവലുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് അവർ പറഞ്ഞത് അല്ലേ? അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾക്കും ടിക്കിട്ട് വെക്കുക. ഓക്കെ. ദെൻ ചെടിയുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് അവർ നട്ടത്? ഏതു ഭാഗമാണ് മുളച്ചത്? അപ്പോൾ ശരിക്ക് നടാൻ ഉപയോഗിക്കുന്ന ഭാഗം യോജിപ്പിച്ച് വരക്കാൻ താഴെയും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കണം. ഓരോ ചെടിക്കും വെവ്വേറെ ഭാഗങ്ങളാവും അല്ലേ? നമ്മുടെ ഈ മുയലും ചിണ്ടനെലിയും കൂട്ടർ എന്തൊക്കെയാണ്, ഏതൊക്കെ ഭാഗങ്ങളാണ് നട്ടത്? ഓരോരുത്തർക്കും പലതും കിട്ടി. ഏതൊക്കെയാണ് കിട്ടിയത്? ഏതൊക്കെ ഭാഗങ്ങളാണ് ഓരോരുത്തരുടെ കയ്യിലുണ്ടായിരുന്നത്? തണ്ട് കിട്ടിയവരുണ്ടായിരുന്നു, വേര് കിട്ടിയവരുണ്ടായിരുന്നു, ഇല കിട്ടിയവരുണ്ടായിരുന്നു, പൂവ് കിട്ടിയവരുണ്ടായിരുന്നു, പക്ഷെ കിഴങ്ങ് കിട്ടിയവരുണ്ടായിരുന്നു. എന്നിട്ട് ഏത് ഭാഗമാണ് മുളച്ചത്? ചിണ്ടന് കിട്ടിയ കിഴങ്ങിൻ്റെ ഭാഗമാണ് മുളച്ചത് അല്ലേ? അതെ. നെക്സ്റ്റ് നോക്കിയേ. ചെടി നടാൻ ഉപയോഗിക്കുന്ന ഭാഗങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ചെടി ഇപ്പുറത്തും കൊടുത്തിട്ടുണ്ട്, നടാൻ ഉപയോഗിക്കുന്ന ഭാഗം ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ് പോലെയാണ്, അതായത് കറക്റ്റായിട്ടില്ല കൊടുത്തിട്ടുള്ളത്. ആദ്യം ഓരോ ചെടികളും കണ്ടെത്തണം കേട്ടോ. ഏതാണ് നടാൻ ഉപയോഗിക്കുന്ന ഭാഗം യോജിപ്പിച്ച് വരക്കുകൊണ്ട് ആദ്യം കുറച്ച് ചെടികൾ കൊടുത്ത് കണ്ടോ? അതെ. ആദ്യത്തെ ചെടി ഏതാ? ചെമ്പരത്തി. ചെമ്പരത്തി എന്ന് ഇവിടെ എഴുതാം. ചെമ്പരത്തി എന്ന് എഴുതാൻ അറിയാലോ നിങ്ങൾക്ക് അല്ലേ? ഇവിടെ ഈ ഭാഗത്ത് ചെമ്പരത്തി എന്ന് എഴുതണം. ചെമ്പരത്തി കണ്ടല്ലോ, ഇങ്ങനെയാണ് ചെമ്പരത്തി എന്ന് എഴുതുക. അതെഴുതി കഴിഞ്ഞ ശേഷം അതിനെ യോജിപ്പിക്കണം. ഏത് ഭാഗമാണ് യോജിപ്പിക്കേണ്ടത്? ചെമ്പരത്തിയുടെ ഏത് ഭാഗമാണ് നമ്മൾ നടാൻ ഉപയോഗിക്കുന്നത് എന്നറിയില്ലേ? പൂവാണോ? പൂവിൻ്റെ എന്തെങ്കിലും വിത്താണോ? അതൊന്നുമല്ല. നമ്മളെന്താ അതിൻ്റെ തണ്ട് മുറിച്ചിട്ടാണ് അല്ലേ? തണ്ട് മുറിച്ചിട്ടാണ് നടാൻ ഉപയോഗിക്കാറ്. അപ്പോൾ ഏത് ഭാഗത്തേക്കാണ്? അതെ, ഇങ്ങോട്ട് കണ്ടോ. ഇവിടെ എന്തെഴുതണം? ഈ ഭാഗത്ത് തണ്ട് എന്നെഴുതണം. തണ്ട്. മനസ്സിലായോ? അങ്ങനെ എഴുതി വെക്കുക. അതേപോലെ മറ്റേതും. അടുത്തത് എന്താന്ന് നോക്കി. അടുത്തത് ഏതിൻ്റെ ഒരു വള്ളിച്ചെടിയാണത്. പയറാണ് തോന്നുന്നു, കാരണം അതിന് ഓപ്പോസിറ്റ് അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ പയറെന്ന് എഴുതുക. രണ്ടാമത്തെ ബോക്സിൽ ഇത് പയറാണ്. പയറിൻ്റെ ഏത് ഭാഗമാണ്? പയർ എല്ലാവരും കൃഷി ചെയ്യാറില്ലേ? എങ്ങനെയാണ് പയർ കൃഷി ചെയ്യാറ്? അതെ, അതിൻ്റെ പയറിൻ്റെ ഒരു മണിയുണ്ട്, പയർമണി അല്ലേ? പയറിൻ്റെ ഉള്ളിൽ, നീണ്ട പയറുകളുടെയൊക്കെ ഉള്ളിൽ, ആ ബീൻസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അതിൻ്റെയൊക്കെ ഉള്ളിലൊരു അതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ വിത്ത് കിടക്കുന്നത് അല്ലേ? ആ പയർമണി, അതാണ് അതിൻ്റെ വിത്ത്. അതിനാണ്. അപ്പം എന്താ, നമ്മൾ പയറിന് എന്ത് നട്ടാലാണ് അതിൻ്റെ തൈ ഉണ്ടാവുക? പയറിൻ്റെ വിത്ത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് യോജിപ്പിക്കുക. എന്നിട്ട് ഇവിടെ എന്തെഴുതണം? വിത്ത് എന്നെഴുതണം.
ഓരോ ചെടിക്കും ഓരോ ഭാഗങ്ങൾ നട്ടാലാണ് അതിൻ്റെ പുതിയ ചെടികൾ ഉണ്ടാവുക. അപ്പോൾ നെക്സ്റ്റ് താഴത്ത് നോക്കിയേ, ഏതാണ്? യെസ്, ചേമ്പാണത്. ചേമ്പിൻ്റെ ചെടിയാണത്. അവിടെ ചേമ്പ് എന്നെഴുതണം. ആ ബോക്സിനുള്ളിൽ എഴുതണം കേട്ടോ. ഇതിൽ എഴുതാൻ കഴിയാത്തതുകൊണ്ടാണ്, ചെറുതാക്കി എഴുതാൻ കഴിയാത്തതുകൊണ്ട്. അപ്പോൾ ചേമ്പിൻ്റെ എന്താണ്? ചേമ്പിൻ്റെ വിത്താണ്. പക്ഷെ അത് ട്യൂബറാണല്ലേ, മണ്ണിന് താഴെയാണ് വരുന്നത്, ടാപ്പിയോക്കൊക്കെ പോലെ. അപ്പോൾ അത് കണ്ടോ, ഏറ്റവും മുകളിൽ അതിൻ്റെ കിഴങ്ങ് കാണുന്നുണ്ട്. നമ്മുടെ ചിണ്ടനെലിയും കൂട്ടുകാർക്കും കിട്ടിയതും അതിൻ്റെ കിഴങ്ങാണ് അല്ലേ. ആ ചെടിയുടെയും കിഴങ്ങായിരുന്നു അതിൻ്റെ പുതിയ ചെടി ഉണ്ടാവാനുള്ള അതിൻ്റെ വിത്ത്. അതായിരുന്നു, കിഴങ്ങായിരുന്നു ഇതിൻ്റെ വിത്ത്. അപ്പോൾ എന്നിട്ട് ഇവിടെ എന്താ എഴുതണം? ഈ ബോക്സിൽ കിഴങ്ങ് എന്ന് എഴുതണം. കിഴങ്ങ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇതിവിടെ ഇങ്ങനെ ഇതില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഓരോന്ന് മാച്ച് ദ ഫോളോയിങ്ങിൽ അങ്ങനെ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് മാതൃക പോലെ എഴുതൂ. കൂർത്ത പല്ലുള്ള ചെന്നായ, ഉണ്ടക്കണ്ണുള്ള ചെന്നായ. 2 സെൻറ്റൻസ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എക്സാമിന് ചോദിച്ചിരുന്നല്ലേ. കൂർത്ത പല്ലുള്ള ചെന്നായ വേറെ ഒന്നാണ്, ഉണ്ടക്കണ്ണുള്ള ചെന്നായ. ഇത് രണ്ടിനെയും കൂടെ യോജിപ്പിച്ചെഴുതുകയാണ് ചെയ്യുന്നത്. ഒരൊറ്റ സെൻറ്റൻസ് ആക്കുകയാണ്, ഒരൊറ്റ വാചകം അല്ലേ. അതെങ്ങനെയാണ്? കൂർത്ത പല്ലും ഉണ്ടക്കണ്ണുമുള്ള ചെന്നായ എന്നാക്കി. കൂർത്ത പല്ലും ഉണ്ടക്കണ്ണുമുള്ള ചെന്നായ. അതുപോലെ അടുത്തൊന്ന് എഴുതിക്കേ. എല്ലാവരും മൂക്കുവിടർത്തി, എല്ലാവരും മണം പിടിച്ചു. അപ്പോൾ അതെങ്ങനെ ഒന്നിച്ചാക്കുക? യെസ്, എല്ലാവരും മൂക്കുവിടർത്തി മണം പിടിച്ചു. എങ്ങനെ എഴുതുക? എല്ലാവരും മൂക്കുവിടർത്തി മണം പിടിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓരോ ഇലകളുടെ ഉപയോഗങ്ങൾ എഴുതാനാണ്. ഇലകൾ എന്തിനൊക്കെ? നമ്മൾ ആദ്യത്തെ പിക്ചർ എന്തായിരുന്നു? എന്താണ്? വാഴയിലയാണ് അല്ലേ. വാഴയില നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കാറ്? പ്രത്യേകിച്ച് സദ്യ കഴിക്കാനാണല്ലേ. അപ്പോൾ എന്താണ് ഒരു ഉപയോഗം? എന്താണ്? ഭക്ഷണം കഴിക്കാൻ. വേറെ ഭക്ഷണം കഴിക്കാൻ എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം പൊതിഞ്ഞും കൊണ്ടുപോകാറുണ്ട് ഉണ്ടല്ലോ. ഭക്ഷണം പൊതിയാൻ ഉപയോഗിക്കും. പിന്നെ അട ചുടാൻ, പലതരം അടകൾ വേവിച്ചെടുക്കാനൊക്കെ എന്തുപയോഗിക്കും? വാഴയില ഉപയോഗിക്കും. പിന്നെ നെക്സ്റ്റ് ഏതാണ്? ഓല. ഓലയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്നെ നമുക്കറിയാം, നമ്മൾ ആ ഓലക്കൊടി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓലയുടെ ഇല, ഓലക്കൊടി എന്ന് പറയില്ലേ, അതെന്തിനാണ് ഉപയോഗിക്കാറ്? കത്തിക്കാൻ ഉപയോഗിക്കാറുണ്ട്. വിറകായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ പണ്ടത്തെ ആളുകളൊക്കെ അധികം ഇത് മെടഞ്ഞ് വരും. മെടഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒരു മേൽക്കൂര ഉണ്ടാക്കും, റൂഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാറുണ്ട്? ഈ ഓല ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? കത്തിക്കാൻ ഉപയോഗിക്കും, പിന്നെ മേൽക്കൂര ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് കുറേ പിക്ചേഴ്സൊക്കെ കണ്ടല്ലോ നിങ്ങൾ. ഇലകൾ കൊണ്ട് കളിപ്പാട്ടങ്ങൾ എന്നിട്ട് നെക്സ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കളിപ്പാട്ടം ഉണ്ടാക്കാനും ഉപയോഗിക്കാം അതിൻ്റെ ഓലകൾ. പണ്ടത്തെ ആളുകളൊക്കെ എപ്പോഴും അതിൻ്റെ ഓലകൾ ഉപയോഗിച്ചിട്ട് കളിപ്പാട്ടങ്ങൾ കുട്ടികൾ ഉണ്ടാക്കാറുണ്ട്, എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും അല്ലേ. നോക്കാം, നമുക്ക് ഓരോന്ന് നോക്കാം. അടുത്തത് എന്താണ്? തുളസി ഇല. ഇലയും അതിൻ്റെ ഉപയോഗങ്ങളുമാണ് എഴുതാൻ. ഒരു ഇത് കണ്ടല്ലോ, ഇവിടെ കണ്ട ഇല ഉപയോഗം ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. ഓരോ ഇലയുടെ ഉപയോഗം അതിന് നേരെ എഴുതണം. ആദ്യത്തേത് ഒന്ന് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, തുളസി ഇല. തുളസി ഇല നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിട്ടാണ്? ഒരു ഔഷധ സസ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഔഷധമായിട്ട്. ഔഷധം എന്ന് പറഞ്ഞാൽ എന്താണ്? പല രോഗങ്ങൾക്കുള്ള മെഡിസിനായിട്ട് ഔഷധം. പിന്നെ കറിവേപ്പിലയും ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. കറിവേപ്പില ഔഷധമായിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ നമ്മുടെ കറികളിലെ ഉപ്പേരികളിലൊക്കെ മണത്തിന് ഉപയോഗിക്കും അല്ലേ. നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാറുണ്ട്? കറിവേപ്പില ഉപയോഗിക്കാറുണ്ട്. പിന്നെ തേക്കില എന്ന് പറഞ്ഞാൽ പല സാധനങ്ങളും പൊതിയാണ്. പണ്ടൊക്കെ ഈ കവറൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അധികവും തേക്കില പോലെയുള്ള ഇല, തേക്കില, വാഴയില, ഇവകളിലൊക്കെയാണ് എന്ത് സാധനം പൊതിഞ്ഞ് കിട്ടിയിരുന്നത്. അപ്പോൾ തേക്കില എന്ന് പറയുന്നത് സാധനങ്ങളൊക്കെ പൊതിയാൻ ഉപയോഗിക്കാം. പിന്നെ താളിയായിട്ട് ഉപയോഗിക്കുന്ന ഏത് ഇലയാണ്? ഏതെങ്കിലും ഒരു ഇല എഴുതുക.
താളിയായിട്ട് നമ്മൾ അധികം ഉപയോഗിക്കാറ് ഏതാണ്? ചെമ്പരത്തിയുടെ ഇലയാണ്. അപ്പോൾ ചെമ്പരത്തി എന്ന് എഴുതുക. ഓക്കെ. ഇനി അടുത്തത്, മണമുള്ള ഇലകൾ ഏതൊക്കെ? എഴുതൂ. നല്ല സ്മെല്ലുള്ള പല ഇലകളും നിങ്ങൾക്കറിയാം. തുളസി ഇല നമ്മളെ വീടിന് ചുറ്റും കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന മല്ലിയില, പുതിനയില, അതൊക്കെ ചേർക്കാറില്ലേ? പിന്നെ നമ്മുടെ ഈ കറിവേപ്പിലൊക്കെ നല്ലൊരു സ്മെല്ല്. അങ്ങനെ ഞെരടിയിട്ട് മണത്ത് നോക്കിയാൽ എന്താണ്? നല്ല മണമുള്ള ഇലകൾ. അപ്പോൾ തുളസിയില പറ്റും, കറിവേപ്പില പറ്റും, മല്ലിയില, പുതിനയില, അങ്ങനെയുള്ളതൊക്കെ പറ്റും. ഒക്കെ എന്താണ്? നല്ല സ്മെല്ലുള്ള ഇലകളാണ്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ്? വരികൾ ചേർക്കാം, ചൊല്ലാം. ഇല 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 ആമ്പലില, ഇല 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 വാഴയില. അതുപോലെ ഒരു ഇല നിങ്ങളും എഴുതുക. അറിയാലോ അത്? ചെറിയൊരു വരി ഉണ്ടാക്കി നോക്കുക. ഈ ഇല 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 എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി അല്ലേ? എന്തിൻ്റെ ഇലയും കൂടെ ഇല 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 ആമ്പലിലാന്നോ എന്തെങ്കിലും എഴുതുക, ഒരു വരി ഉണ്ടാക്കുക. നെക്സ്റ്റ് കടങ്കഥകളാണ്. അമ്മ കറുമ്പി, മോള് വെളുമ്പി, മോളുടെ മോളൊരു സുന്ദരിക്കുട്ടി. ഒക്കെ ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മൾ ടീച്ചർ കുറേ ആക്ടിവിറ്റീസ് തന്നിരുന്നത് പോലെ അല്ലേ? അതിലൊക്കെ ഇതൊക്കെ ഇലകളുമായിട്ടും ചെടികളുമായിട്ടും ബന്ധപ്പെട്ടതാണ്. അമ്മ കറുമ്പി, മോള് വെളുമ്പി, മോളുടെ മോളൊരു സുന്ദരിക്കുട്ടി. ഏത് ഇലയാണ്? വെള്ളില എന്ന് പറയും. അവിടെ ചിത്രം കാണിച്ചത് കണ്ടോ? അതാണത് വെള്ളില എന്ന് പറയുന്നത്. അമ്മ കറുമ്പിയാണത്രേ. മോള് വെളുമ്പി എന്ന് പറയുന്നത് ഈ ഇല ഉദ്ദേശിച്ചാവാം, ആ വെളുത്ത ഇല ഉദ്ദേശിച്ചാവാം. പിന്നെ മോളുടെ മോൾ, അതായത് ഇലയുടെ മോളാണ് ഈ പൂവ്. ആ മോളുടെ മോളൊരു സുന്ദരിക്കുട്ടി. അത് അതിലേറെ ഭംഗിയുണ്ട് അല്ലേ? അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നീ തൊട്ടാൽ ഉറങ്ങും, തൊട്ട് വിളിച്ചാൽ ഉണരില്ല. ഏതാണ്? എല്ലാവർക്കും അറിയാം. തൊട്ടാൽ ഉറങ്ങും. നമ്മളിങ്ങനെ തൊട്ടി അതിങ്ങനെ കൂമ്പി ഉറങ്ങും. പിന്നെയും തൊട്ടിങ്ങനെ വിളിച്ചാലോ, പിന്നെയും തൊട്ടാൽ പിന്നെ ഉണരേയില്ല. പിന്നെ അതേതാണ്? തൊട്ടാവാടി അല്ലേ? പിന്നെ അതിന് സ്വയം തോന്നണം. അല്ലാതെ പിന്നെയും തൊട്ടുകൊണ്ടിരുന്നാൽ പിന്നെയും അത് ഉറങ്ങിക്കൊണ്ടിരിക്കും. ആണല്ലോ. ഇനി നെക്സ്റ്റ്, ഇലകൾ കൊണ്ട് കളിപ്പാട്ടങ്ങൾ. ഇലകൾ ഉപയോഗിച്ച് എന്തൊക്കെ വസ്തുക്കൾ നിർമ്മിക്കാം? ഇങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളൊരു ഫോട്ടോ പേഴ്സണലായിട്ട് പോസ്റ്റ് ചെയ്യാം ടീച്ചർക്ക് കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞു ഈ ഓലകൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ. തെങ്ങിൻ്റെ ഓലകൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അത് പ്ലാവിൻ്റെ ഇലകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ? എന്താ ആദ്യത്തെ പിക്ചർ നോക്കിയേ? ഒരു കണ്ണട. അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഓല കൊണ്ടാണ് അല്ലേ? തെങ്ങിൻ്റെ ഓല കൊണ്ടാണ്. ഓല കണ്ണാടി എന്ന് പറയും. പിന്നെ അതുപോലെ നെയിലുകൾ കൊണ്ട് വാച്ച്. കണ്ടോ? വാച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. കണ്ടോ? അതുപോലെ തന്നെ ഇതിനെ പറയും പങ്ക എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഫാന്, അങ്ങനെയൊക്കെ ഓരോ പേരിടാറുണ്ട്. അതായത് അതിങ്ങനെ കാറ്റിന് അതിങ്ങനെ കാറ്റാടി പോലെ, കാറ്റാടി എന്ന് പറയും. അതിന് സെൻറ്ററിലൊരു ഈർക്കിലൊക്കെ വെച്ച് കയറ്റിയിട്ട് അങ്ങനെയൊക്കെ നിങ്ങളെ വീട്ടിലത്തെ വലിയ ആളുകൾക്കൊക്കെ ഉണ്ടാക്കാൻ അറിയുണ്ടാവും. പിന്നെ ഇതെന്താണ്? പ്ലാവില തൊപ്പി. പ്ലാവില കൊണ്ട് തൊപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ചെയ്യുക. അതൊക്കെ ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റണേ ചെയ്താൽ മതി. ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണമൊക്കെ ഇഷ്ടം പോലെ ചെയ്യാം. ഏതൊക്കെയാണ് അറിയണതൊക്കെ ഒന്ന് ചെയ്തിട്ട് ടീച്ചർക്ക് അതിൻ്റെ ഫോട്ടോ അയച്ചു തരണം കേട്ടോ. ഓക്കെ. നെക്സ്റ്റും കൂടെ നോക്കിയേ. അത് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് തന്നെ. ഇല പ്രിൻ്റ് ആൽബം. കടലാസിനടിയിൽ ഇലകൾ വെച്ച് ഒരു നല്ല പ്ലെയിൻ കടലാസ് എടുക്കുക. എന്നിട്ട് അതിനടിയിൽ ഏതെങ്കിലും ഒരു ഇല വെക്കുക. ഒരു ചെടിയുടെ ഇല, ഏതെങ്കിലും ഒരു പുല്ലോ എന്തെങ്കിലും പറിച്ചിട്ട് അത് വെച്ചിട്ട് അതിന് മുകളിൽ എന്ത് ചെയ്യുക? ക്രയോൺ ഇങ്ങനെ മെല്ലെ ഉരസുക. നമ്മൾ ചിലത് ഈ കോയിനിൻ്റെ ഒരു ഇതൊക്കെ എടുക്കാറില്ല, അങ്ങനെ കോയിന് പേപ്പറിൻ്റെ അടിയിൽ വെച്ചിട്ട് ഈ കടലാസ് പെൻസിൽ കൊണ്ട് കുട്ടികൾ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് കൊടുക്കും. അപ്പോൾ അതുപോലെ കിട്ടും അല്ലേ? ആ കോയിനിൻ്റെ അതേ എല്ലാ എംബ്ലംസും അതിൽ സ്റ്റിക്കാവും. അതുപോലെ തന്നെ ഈ ഇലകളുടെ പ്രിൻറ്റും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഓരോ ഇലയുടെയും പേര് എന്നിട്ട് അതിന് നേരെ എഴുതുക. നിങ്ങൾ ഏത് ഇലയുടെ പ്രിൻ്റാണോ എടുത്തിട്ടുള്ളത് എന്നുള്ളത് ആ ഇലയുടെ പ്രിൻ്റ്
പേര് അതിന് നേരെ എഴുതുക. അപ്പോൾ ഒരു പ്ലാവിലെടുത്തിട്ട് നിങ്ങളങ്ങനെ ചെയ്ത് പ്ലാവിൽ അല്ല നല്ല ഈ പിന്നെ തെളിഞ്ഞ് കാണുന്ന സൈസുള്ള അങ്ങനെയുള്ള ഇലകൾ എടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ പേര് എഴുതുക. അപ്പോൾ ഇന്ന് ഇത്രയും മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ആക്ടിവിറ്റീസൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കേ, ബൈ.